ഹായ് ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ ചൈൽഡ് നോട്ട്സ് ട്രാവേഴ്സ് ചെയ്യുന്നത് പ്രാക്ടിക്കലായിട്ട് ഗോത്രൂ ചെയ്യാം. സെയിം നമ്മൾ ഇതുവരെ നമ്മൾ തിയറിയാണ് ഗോത്രൂ ചെയ്തത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ. സോ അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സെയിം HTML തന്നെയാണ് എടുക്കുന്നത്. സോ ഒരു UL ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ 3 LI ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ഇൻപുട്ട് ഞാനിവിടെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ബേസിക്കലി എന്താ ചെയ്തിട്ടുള്ള നമ്മുടെ റീലോഡ് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നമുക്ക് ഐറ്റംസ് ഇവിടെ കിട്ടുന്നുണ്ട്. സോ ഇനി നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെക്കൻഡ് ലിസ്റ്റ് ഐറ്റം ഇവിടെ സെലക്ട് ചെയ്ത് എടുക്കണം. ഓക്കെ, ഈ സെക്കൻഡ് ലിസ്റ്റാണ് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കേണ്ടത്. സോ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിചാരിക്കും നമുക്ക് തൽക്കാലം ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വറി ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വറി സെലക്ടർ ഓഫ് LI വെച്ച് എടുത്തുകൂടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ഓക്കെ, സോ എടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഐറ്റമാണ് കിട്ടുന്നത്, പക്ഷേ സെക്കൻഡ് ഐറ്റം ഒന്നും കിട്ടുന്നില്ല നമുക്ക്. ഓക്കെ, ഫസ്റ്റ് മാച്ചിങ് എലമെൻറ്റ് മാത്രമാണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. അതാണ് ഓൾവേസ് ഇത് ഐറ്റം 1 തന്നെ റിട്ടേൺ വരുന്നത്. സെക്കൻഡ് ഐറ്റം നമുക്ക് ഇവിടെ കിട്ടുന്നില്ല. സോ നിങ്ങൾക്ക് നമുക്ക് ക്ലാസ് ഉപയോഗിച്ച് ചെയ്തുകൂടെ എന്നുള്ളത്. അപ്പോൾ ക്ലാസ് ഉപയോഗിച്ച് ചെയ്താലും നമുക്ക് എന്താ പറയുക, ലിസ്റ്റ് ഐറ്റം ആണെന്നുണ്ട് നമ്മൾ ക്ലാസ് കൊടുത്തത്, അത് ലിസ്റ്റ് ഐറ്റം തന്നെ കൊടുത്തത്. സോ ഇവിടെ നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ ക്ലാസ് ഉപയോഗിച്ചാലും ഇതും ഫസ്റ്റ് മാച്ചിങ് ആണ് നമുക്ക് എടുക്കുന്നത്. ഇവിടെ എല്ലാം സെയിം ക്ലാസ് ആയതുകൊണ്ട് എഗെയിൻ ഐറ്റം ഫസ്റ്റ് മാച്ച് ചെയ്ത് ഏത് ഐറ്റം ആണെന്ന് വെച്ചാൽ അത് റിട്ടേൺ ചെയ്യുന്നത് ഇവിടെ അത് ഐറ്റം 1 ആണ്. അതുകൊണ്ട് നമുക്ക് ഐറ്റം 1 തന്നെ കിട്ടുന്നു. സോ സെക്കൻഡ് ഐറ്റം ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത് ട്രാവേഴ്സിലാണ് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, സോ സെക്കൻഡ് ഐറ്റം ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈസി ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം UL എടുക്കാം ഒബ്ജക്റ്റ്. സോ ഞാനിവിടെ കോൺസ്റ്റ് UL ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വറി സെലക്ടർ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വറി സെലക്ടർ ഓഫ് UL ഞാൻ കൊടുത്തു. ഓക്കെ, UL നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. സോ UL കിട്ടി. ULൻ്റെ ചിൽഡ്രൻ എടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് കിട്ടും. സോ നമുക്കിവിടെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ചിൽഡ്രൻ വേഴ്സസ് ചൈൽഡ് നോട്ട്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് UL ഡോട്ട് ചിൽഡ്രൻ നമുക്ക് കൊടുത്തു നോക്കാം എന്താ നമുക്ക് കിട്ടുക എന്നുള്ളത്. ഡോട്ട് ചിൽഡ്രൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് കൊടുത്ത് ഇത് റിട്ടേൺ ചെയ്യുന്നത് HTML കളക്ഷൻ കളക്ഷനാണ്. സോ അറേ പോലെയാണ് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുക, ബട്ട് പ്യുവർ അറേ അല്ലാന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ HTML കളക്ഷൻ അറേ പോലെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൽ എലമെൻറ്റ് നോട്ട്സ് മാത്രം ഉണ്ടാവും ബേസിക്കലി. അതാണ് നമുക്ക് 3 ഐറ്റം ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ടെക്സ്റ്റ് നോട്ട്സ് വൈറ്റ് സ്പേസ് എല്ലാം എക്സ്ക്ലൂഡ് ചെയ്യും, ലൈൻ ബ്രേക്സ് ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എലമെൻറ്റ് നോട്ട്സ് മാത്രമാണ് തരുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ഐറ്റം എടുക്കാനായിട്ട് സിമ്പിളാണ്, നമുക്കിത് കിട്ടി. അപ്പോൾ നമ്മൾ വെച്ചാൽ UL ഡോട്ട് ചിൽഡ്രൻ ഓഫ് 1 ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെക്കൻഡ് ചൈൽഡ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അത് ഹൈലൈറ്റ് ആവുന്നുണ്ട്, അത് ആക്സസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും നമുക്ക് ചൈൽഡ് നോട്ട്സ് എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ എന്നുള്ളത്. സോ നമുക്ക് ചെക്ക് ചെയ്യാം ചൈൽഡ് നോട്ട്സ് എന്താണെന്ന്. അപ്പോൾ ഞാൻ UL ഡോട്ട് ചൈൽഡ് നോട്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ചൈൽഡ് നോട്ട്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ റിട്ടേൺ ചെയ്യുന്നത് നോഡ് ലിസ്റ്റിലെ എല്ലാ നോഡാണ് ഇത് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 7 വന്നത്. ഓക്കെ, അങ്ങനെ മൊത്തം ഇത് റിട്ടേൺ ചെയ്യുന്നതുകൊണ്ടാണ് വാല്യൂ കയറിയിട്ട് 7 ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. സോ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ എലമെൻറ്റ് നോട്ട്സ് ഉണ്ട് പ്ലസ് ടെക്സ്റ്റ് നോട്ട്സ് ഉണ്ട്, എന്ന് വെച്ചാൽ ലൈൻ ബ്രേക്സ് ഉണ്ട്, സ്പേസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചൈൽഡ് നോട്ട്സ് നോക്കുമ്പോൾ ഐറ്റംസ് കൗണ്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് തോന്നാനുള്ള റീസൺ അതുകൊണ്ടാണ്. കാരണം HTML നമ്മൾ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് ലൈൻ ബ്രേക്സ് അല്ലെങ്കിൽ സ്പേസസ് ഒക്കെ ഇടാറുണ്ടല്ലോ. സോ ബ്രൗസറിൽ അത് ടെക്സ്റ്റ് നോട്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അതാണ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ കവർ ചെയ്തിരുന്നു എങ്ങനെ ഇത് എടുക്കണമെന്നുള്ളത്. നമ്മളിവിടെ എലമെൻറ്റ് നോഡ് ടെക്സ്റ്റ് നോഡ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ മുമ്പത്തെ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഇത് ചൈൽഡ് നോട്ട് കൊടുക്കുമ്പോൾ ആക്ച്വലി കൗണ്ട് കൂടാനായിട്ടുള്ള കാരണം. ഓക്കെ, സോ എലമെൻറ്റ് ടെക്സ്റ്റ് ഉപയോഗിക്കാൻ ബേസിക്കലി നമുക്ക് ടെക്സ്റ്റ് കണ്ടൻറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ടെക്സ്റ്റ് നോഡിൽ ടെക്സ്റ്റ് സെറ്റ് ചെയ്യാൻ പ്രോപ്പർട്ടി വേറെയാണ്. സോ അതിനാൽ ചൈൽഡ് നോഡ്സിൽ ഉള്ള ടെക്സ്റ്റ് നോഡിൻ്റെ ഡാറ്റ നോക്കിയാൽ അത് ബേസിക്കലി എന്താ വെച്ചാൽ കുറച്ച് ന്യൂവർ ലൈൻ ക്യാരക്ടർ സ്പേസസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് കാണിക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് നോഡിലൂടെ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ. സോ ലൈൻ ബ്രേക്ക് ഉണ്ട്, സ്പേസസ് ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ടാണ് സോ ഇതൊക്കെ എടുത്തിട്ടുണ്ട് ആക്ച്വലി നോട്ട്സിൽ. ആ ഡാറ്റ ടെക്സ്റ്റ് നോട്ടിൽ ബേസിക്കലി ഇതൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണെന്ന് വെച്ചാൽ ചൈൽഡ് നോട്ട്സിൽ ഉള്ള ടെക്സ്റ്റ് നോട്ടിൻ്റെ ഡാറ്റ നോക്കിയാൽ ബേസിക്കലി നമുക്ക് ന്യൂ ലൈൻ ക്യാരക്ടർ സ്പേസസ് ഒക്കെ ഉണ്ടാവും. സോ ബേസിക്കലി സ്ലാഷ് ലൈൻ കൊടുത്താൽ ലൈൻ ബ്രേക്ക് ആണ് ആൻഡ് മൾട്ടിപ്പിൾ സ്പേസസ് കാണാൻ പറ്റും. ഇതൊക്കെ ഡോം ട്രീയിലുള്ള റിയൽ നോട്ട്സ് ആണ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത്ര വൈറ്റ് സ്പേസ് ഒക്കെ കാണുന്നുണ്ട് പക്ഷേ പേജിൽ കാണുന്നില്ലല്ലോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടാവും. കാരണം ബ്രൗസറിൻ്റെ ഡിഫോൾട്ട് ബിഹേവിയറാണ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് എക്സസ് വൈറ്റ് സ്പേസ് ഒക്കെ അത് ഇഗ്നോർ ചെയ്യും. ലീഡിങ് സ്പേസസ്, എക്സ്ട്രാ ലൈൻ ബ്രേക്സ് എല്ലാം തന്നെ അത് ഇഗ്നോർ ചെയ്യും. ബട്ട് CSS ഉപയോഗിച്ച് അത് നമുക്ക് റെൻഡർ ചെയ്ത് കാണിക്കാൻ പറ്റും കേട്ടോ. സോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ UL സെലക്ട് ചെയ്തിട്ട് ഒരു പ്രോപ്പർട്ടി ചെയ്താൽ നമുക്കിവിടെ വൈറ്റ് സ്പേസ് ഫ്രീ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ നമ്മുടെ സ്പേസും ലൈൻ ബ്രേക്സും ഒക്കെ ഫുൾ നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സഡൻലി UL ലൈൻ ബ്രേക്സും സ്പേസസൊക്കെ കാണാൻ പറ്റും. സോ ദോസ് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. സോ ദോസ് ടെക്സ്റ്റ് നോട്ട്സ് ആക്ച്വലി എക്സിസ്റ്റ്, നോർമലി ബ്രൗസർ ഹൈഡ്സ് ദം. സോ ടെക്സ്റ്റ് നോട്ട്സ് എല്ലാം ഇത് എക്സിസ്റ്റ് ആണെങ്കിലും ബ്രൗസർ ഇത് ഹൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിതൊന്നും കാണാൻ പറ്റാണ്ടിരുന്നത്. സോ CSS ഉപയോഗിച്ച് നമ്മളിത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇനി ചിൽഡ്രൻസ്, ഇനി പ്രാക്ടിക്കലായിട്ട് തന്നെ 90% നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ചിൽഡ്രൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ചൈൽഡ് എലിമെൻറ്റ്, ലാസ്റ്റ് ചൈൽഡ് എലിമെൻ്റ് ഒക്കെ. കാരണം വി യൂഷ്വലി കെയർ അബൌട്ട് ദി HTML എലിമെൻറ്റ്സ് ആണ് നമ്മൾ കെയർ ചെയ്യുന്നത്, കൂടുതലും വർക്ക് ചെയ്യുന്നത്. നോട്ട്സിനെ കുറിച്ചല്ല, നോട്ട്സിലല്ല അധികം വർക്ക് ചെയ്യുക, HTML എലിമെൻറ്റ്സിലാണ് വർക്ക് ചെയ്യുക. സോ അതുകൊണ്ടാണ് നമ്മൾ ചിൽഡ്രൻ, ഫസ്റ്റ് എലിമെൻറ്റ് ചൈൽഡ്, ലാസ്റ്റ് എലിമെൻറ്റ് ചൈൽഡൊക്കെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരിക. ഓക്കെ, സോ ചൈൽഡ് നോട്ട്സ് ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് നോട്ട്സ് വരെ ആക്സസ് വേണമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ചൈൽഡ് നോട്ട്സ് യൂസ് ചെയ്യണത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എലിമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഷോർട്ട് കട്ട്സ് ഒക്കെ എങ്ങനെ എടുക്കാം, ചിൽഡ്രൻ്റെ ഷോർട്ട് കട്ട്സ് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ക്വറി സെലക്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സംടൈംസ് ക്വറി സെലക്ടർ അല്ലാണ്ട് നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിവിടെ UL കിട്ടിയിരുന്നു നമ്മുടെ കേസിലല്ലേ, നമുക്കിവിടെ UL അടിച്ച് നോക്കിയാൽ UL. സോ നമുക്കിവിടെ UL കിട്ടിയിരുന്നു. ഇനി UL വെച്ചിട്ട് LIയിലെ ഫസ്റ്റ് LI അല്ലെങ്കിൽ ലാസ്റ്റ് LIക്ക് ക്വിക്കലി ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളാണ്. സോ UI ഡോട്ട് ഇവിടെ ഫസ്റ്റ് ചൈൽഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് നോഡാണ്, യൂഷ്വലി ഇത് ടെക്സ്റ്റ് നോഡാണ് ആക്ച്വലി. സോ നമുക്കത് ടെക്സ്റ്റ് നോഡാണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് എലമെൻറ്റ് വൈസ് ആക്സസ് ചെയ്യാനായിട്ട് UL ഡോട്ട് ഫസ്റ്റ് എലമെൻറ്റ് ചൈൽഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എലമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ ലാസ്റ്റിൻ്റെ ടെക്സ്റ്റ് നോഡ് കിട്ടാനായിട്ടാണ് ഈ UL ഡോട്ട് ലാസ്റ്റ് ചൈൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്റ്റ് നോഡ് കിട്ടും. പിന്നെ നമുക്ക് എലമെൻറ്റ് കിട്ടാനായിട്ട് UL ഡോട്ട് ലാസ്റ്റ് എലമെൻറ്റ് ചൈൽഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് എന്താ പറ്റുക ലാസ്റ്റ് എലമെൻറ്റ് കിട്ടും, നമുക്ക് LIയുടെ ലാസ്റ്റ് എലമെൻറ്റ് കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ നമ്മൾ UL ഡോട്ട് ഫസ്റ്റ് എലമെൻറ്റ് ചൈൽഡ് അല്ലെങ്കിൽ UL ഡോട്ട് ലാസ്റ്റ് എലമെൻറ്റ് ചൈൽഡൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുക. ഇത് സൂപ്പർ ഫാസ്റ്റാണ്, കാരണം നമ്മൾ ക്വറി സെലക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ സ്കാൻ ചെയ്യും, ആക്ച്വലി പേജ് മുഴുവൻ സ്കാൻ ചെയ്യും. നമ്മൾ UL നിന്ന് ട്രാവേഴ്സ് ചെയ്യുന്നതുകൊണ്ട് സോ കുറച്ചുകൂടി പെർഫോമൻസ് ബെറ്റർ ആയിട്ട് മാറും. ഓക്കെ, സോ ക്വറി സെലക്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും, ലൈക്ക് ക്വറി സെലക്ടർ ഓഫ് LI കോളൻ ലാസ്റ്റ് ഓഫ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ അത് വർക്ക് ചെയ്യുമില്ല എന്ന് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ നീഡ്സ് ടു ഇവാലുവേറ്റ് സെലക്ടർ. സോ അതും ഇത് പറഞ്ഞ പോലെ സെലക്ടർ ഫുള്ളൊക്കെ വെച്ച് എടുക്കേണ്ടി വരും. സോ അതിനേക്കാളും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്യലാണ് കുറച്ചുകൂടി ബെറ്റർ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ഓൾറെഡി UL റെഫറൻസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റ് ചൈൽഡ് സിംപ്ലറാണ്, കുറച്ചും കൂടി ചീപ്പറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനത് പ്രിഫർ ചെയ്യുന്നത്. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പുറത്ത് റിസോഴ്സസ് ഒക്കെ കുറേ അവൈലബിൾ ആണ്, ഡോമിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് റിസോഴ്സസ് അവൈലബിൾ ആണ്. ഞാൻ പരമാവധി കവർ ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്തിട്ട് ഡോമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പരമാവധി എടുത്ത് തരുന്നത്. ഇത് ഭയങ്കര ബേസ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.